ഗൈസ് ആ ബസ് സ്റ്റാൻഡ് കക്കൂസിനെ ഇളകിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ അങ്ങ് ഇളക്കങ്ങളാണ്. ബസ് സ്റ്റാൻഡ് കക്കൂസ് കുറേ നാളുകൊണ്ട് എൻ്റെ കൊച്ചിനെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുകയാണ്. സ്വന്തം വീട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ വേറെ കെട്ടിക്കാനും പ്ലാനില്ല. മോനേന്നല്ല, അമ്മാവൻ്റെ മോന, അപ്പാപ്പൻ്റെ മോന, അച്ചാച്ചൻ്റെ മോന, ചേട്ടൻ്റെ മോന, ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോന എന്ന് വേണ്ട ആ നാട്ടിൽ ഇനി ഒരാണുങ്ങളെ വേറെ കെട്ടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ തന്നെ എല്ലാത്തിനും ഞാൻ റെഡി. ബസ് സ്റ്റാൻഡിൽ ഞാൻ റെഡി. പിന്നെ മെജോറിറ്റി ഇപ്പം എന്താ സെക്ഷൽ ഇൻട്രാക്ഷനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണില്ല. അതിനകത്ത് ഈ മെയിനായിട്ടുള്ള മെയിൻ കോഴ്സ് ഉണ്ടല്ലോ, ഈ സൈഡ് കോഴ്സിന് പകരം മെയിൻ കോഴ്സിനെക്കാട്ടി ഇൻട്രസ്റ്റ് ഈ സൈഡ് കോഴ്സിനാണ് പുള്ളിക്കാരത്തേക്ക്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കീറി ഇങ്ങനെ അറ്റം വരെ ആയിപ്പോയത്. അല്ല, ഫോഴ്സ്ഫുൾ ആക്ട് കൂടുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിങ്ങനെ വിഘടിച്ച് കീറി അങ്ങോട്ട് പോണത്. ഇവിടം വരെ ചെവിയുടെ ഇവിടം വരെ കീറിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ആളുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാതെ വേറെ എവിടെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലാണ് കീറി പറഞ്ഞിരിക്കുന്നത്. ചെറുക്കനെ കാണുമ്പോഴുള്ള ഇളക്കം ഉണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവും. ഭയങ്കര കുത്തിക്കഴപ്പാണ്. ഞാനങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് വെടിയെ കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കാന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് എതിർക്കുന്നത്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുതുക്ക് പുണ്ട, ചാവാറായ മുതുക്ക് പുണ്ടയെ കൊണ്ടൊക്കെ കൊച്ചിനെ കെട്ടിക്കാനും മാത്രം അതിനത്ര വയസ്സൊന്നുമില്ല. കൊച്ചു ഞാൻ കാണാതെ ശരീരമൊക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അതിനെ കാണുമ്പോൾ നിനക്ക് വെള്ളം ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണല്ലോ സൗന്ദര്യമുള്ള പിള്ളേരെ കാണുമ്പോഴത്തേക്ക് പലർക്കും പല രീതിയിൽ തോന്നും. എന്തിനടി ഇവിടെ കണ്ട ഏറ്റുമാനൂരുള്ള ബസ് സ്റ്റാൻഡില്ലേ, ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡ്, അവൾ കുറേ നാൾ എൻ്റെ കൊച്ചിനെ വായി നോക്കിക്കൊണ്ട് കിടന്നതാണ്. വെള്ളം ഇറക്കി ഒരു കപ്പലോടാനുള്ള വെള്ളം ഉണ്ടായിരുന്നു അവളെ വായിൽ എൻ്റെ കൊച്ചിനെ കാണുമ്പോഴൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാനാണ്, പൗരുഷമുള്ള പയ്യന്മാരെ കാണുമ്പോൾ എവിടെയും കണ്ടാ കിരികിരിക്കുന്നതിന് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ നീ പറഞ്ഞ രീതിയിലേക്ക് ഞാനൊന്നും അങ്ങ് ഇറങ്ങി ഞാനങ്ങ് ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പോട്ടെ. പിന്നെ ഒരു ഇണ്ടാസ് അങ്ങോട്ട് തന്നായിരുന്നു. എനിക്കറിയാടി കൊയിലാണ്ടിക്കാരന്മാരെല്ലാം അത് വാങ്ങിച്ചങ്ങോട്ട് പോക്കറ്റ് വയ്ക്കുകയുള്ളൂ. കാരണം നിൻ്റെ ഈ കീറിയ വായുടെ മഹത്വം അവന്മാർക്കല്ലേ അറിയാവുള്ളൂ. അവന്മാരതിങ്ങനെ രുചിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഏത് കീറിയ വായിക്കേ അതുകൊണ്ടുള്ള ആ പ്രയോഗമേ, അത് നീ അങ്ങ് കിട്ടിലോസ്കിയ. ആ ഒരു സംഭവത്തിൽ അവരൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നിന്നെ കൊണ്ട് സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ ഉണ്ടല്ലോ, ശയിക്കാൻ വയ്യടി. അതാണ് 40 കിട്ടി എൻ്റെ തണ്ടലിൻ്റെ ബലം. കല്യാണം തന്നെയല്ലേ, അല്ലാതെ മോനെയും ആങ്ങളെയും ചേട്ടനെയും അയലത്തവനെയും ചേച്ചൻ്റെ മോനെയും ശുനാ പൊങ്ങാത്തവനെയും ഒന്നും വായിക്കത്തിട്ടുണ്ടാക്കുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ, വിവാഹമല്ലേ. 4-5 ഞാനങ്ങ് കെട്ടി, ഞാൻ സഹിച്ച്. ഇയാളിത്ര വേദനിക്കണ എന്തിന്? ഇയാൾക്ക് എവിടെ നാവണ്? ഇയാളെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാൽ പോരെ. ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് വന്നിരുന്നാൽ നീ പെയിൻറ്റുകാരി ആവത്തില്ല. കൊച്ചു പിള്ളേർ വരയ്ക്കും അന്തസ്സായിട്ട് ഇതിനേക്കാൾ വൃത്തിയായിട്ട്. പെയിൻ്റ് അടിക്കാരി വന്നേക്കുന്നു. നിനക്ക് അടിക്കാൻ അറിയാം ഒരെണ്ണം. അത് നീ കാര്യമായിട്ട് എൻ്റെ വായിക്കൂടെ അടിച്ചും കൊടുക്കുന്നുണ്ട്. അത് നടക്കും, വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. നിന്നെ കണ്ടാൽ സാധാരണ രീതിയിൽ ഒരു നോർമലൈസ് ആയിട്ടുള്ള ഒരു താല്പര്യമല്ല ആളുകൾക്ക് വരും. ആ വാ കൊണ്ടുള്ള പ്രയോഗമാണ് അവർക്കിഷ്ടം. പൊതുവിൽ നീ ആ ബസ് സ്റ്റാൻഡിൽ അറിയപ്പെടുന്ന വാ കൊണ്ടുള്ള പ്രയോഗത്തിൽ മിടുകിയാണെന്നുള്ളതാണ്. എൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ആൾ ദ ബെസ്റ്റ്. മുൻപോട്ട് തന്നെ പൊയ്ക്കും. കൊച്ചിനെ കണ്ടിട്ടുള്ള ആ തുള്ളൽ വേണ്ട. വേണമെങ്കിൽ ഞാൻ നിനക്കൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അല്ലേ വേണ്ട, എന്തിനാ വെറുതെ. ഒരു കാര്യം മനസ്സിലാക്കിയ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴേ കൊച്ചിൻ്റെ മുഖം മൂടേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടെന്നറിയാമോ? ഉമ്മച്ചി സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സമ്പത്ത് അത്ര വലുതാണ്. മക്കൾക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റുന്ന അത്രയും നല്ല സ്വഭാവമാണ്. മകൾ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ മുഖം കാണിക്കല്ലേ. മകൻ ഡാൻസ് കളിക്കുമ്പോൾ മുഖത്ത് മൂടി കെട്ടിട്ട് ഞാൻ സൊല്യൂഷനും കൂടെ കേൾക്കണ്ടേ? അതിനും എൻ്റെ കുട്ടിയുടെ വയസ്സല്ലേ ഉള്ളൂ. നീ അതിനെയും വിടണ്ടടി, നീ കെട്ടിക്കണ്ട. അതിനെ കല്യാണം കഴിപ്പിക്കാനോ വേറെ ഒന്നിനും നീ പ്ലാൻ ചെയ്യണ്ട. അല്ല, നീയുള്ള കുടുംബത്തിൽ വേറൊന്നും കയറിയൊന്നുമില്ല. അതിനെ നീ അങ്ങ് ഉപയോഗിച്ചോന്ന്. നിനക്കൊരു സമാധാനമാവട്ടെ, കണ്ണം കടച്ചാൽ മതി. എന്നിട്ട് എൻ്റെ മകനെ ഓർമ്മിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടം പോലെ ആൾക്കാർ വരുമ്പോഴൊക്കെ നീ കണ്ണം കടച്ചു വെച്ചു. അങ്ങനെ നീ അങ്ങ് സംതൃപ്തി അടയും. അല്ല വേറെ വഴിയില്ല. ഈ പയ്യനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ വെള്ളം ഇറക്കലും നാട്ടാക്കത്തിലാണ്. കപ്പലോടാൻ വെള്ളമുണ്ട്. ഏറ്റുമാനൂർ കക്കൂസും ഇങ്ങനെ തന്നെയായിരുന്നു. കപ്പലോടാൻ വെള്ളം കൊണ്ട് നടന്നിട്ടും കിട്ടിയില്ല. കുട്ടുക്കൂല, തരൂല. അതാണ് വാസ്തവം. പിന്നെ നിൻ്റെ ഉമ്മായും നിൻ്റെ മകനും നിൻ്റെ ഭർത്താവും നിൻ്റെ ഭർത്താവിൻ്റെ ഉമ്മായും ആ വീട്ടിൽ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവയ്ക്കാൻ നിൽക്കേണ്ട. അത് അവനവൻ അങ്ങ് വെച്ചേച്ചാൽ മതി. മനസ്സിലായില്ലേ? തള്ളേന്നാ. ഇതാര്? അയ്യോ കുണുവാവ. കണ്ണാടി നോക്കാറില്ലല്ലയോ? നോക്കിയാൽ മാത്രം മതി. കുഞ്ഞാവ
കുഞ്ഞുവാവ കമൻസ് ഒന്നും വായിക്കുന്നില്ലല്ലേ? ഇടച്ചടച്ച് കമൻസൊക്കെ ഒന്ന് വായിച്ചണം കേട്ടാ. നാട്ടുകാർ തരുന്ന ആ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ അണ്ണാക്കിലോട്ട് തന്നാൽ ഞാനിക്ക് തന്നൊരു പ്രശ്നമല്ല. അത് പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ ഏകദേശം അങ്ങനെയല്ല. എന്നാലും പോലീസുകാർ എങ്ങനെയടി നിൻ്റെ വലയെത്തിപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്മാർക്കൊന്നും ഭാര്യമാരെ പൈസ ചെയ്യണ്ടേ? ഇമ്മാതിരി. എന്തായാലും ഞാൻ കാരണം ഒരു 5-6 പണി എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. നിനക്ക് കാശും കിട്ടി കാണത്തില്ല അല്ലേ? ഇനി വരുന്നുണ്ടേ വേറൊരെണ്ണോ. ഉടനെ തന്നെ അങ്ങോട്ട് വരും. ഇൻഡാസ് വാങ്ങിച്ചൊക്കെ വെച്ചോ. ശാമിയ എടുക്കാൻ എന്തായാലും പോലീസുകാർക്ക് കിടന്നു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ശാമിയത്തല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ തന്നെ അത് തന്നെ. കിഞ്ഞാ ഞാൻ വായും കൊണ്ട് റെഡി. കിഞ്ഞാ ഓഞ്ഞി വാ. കിഞ്ഞാ എന്നെന്താ ചല്ലച്ചിന്ന് വിളിച്ച്. കിഞ്ഞാ നിൻ്റെ പേര് മറ്റത് ഞാനങ്ങ് മാറ്റിയതാ. നല്ലൊരു പേരിട്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് കക്കൂസ്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കക്കൂസ്. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. പാടി കഴിച്ച് നേരിട്ട് വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ. അതോടെ തീരും നിൻ്റെ സർവത്രികമായ കുത്തിക്കഴപ്പും. നേരിട്ട് വരുമ്പോൾ തരാം ഞാൻ ഒരെണ്ണം.